എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പതിപോലെ നമുക്ക് തുടങ്ങിയാലോ? ആരംഭിക്കലാമാ? എന്നാ വരി. നോക്ക് മക്കളെ, നോക്കങ്ങോട്ട്. കേരള സമൂഹത്തിൽ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇതിപ്പോ ആരാ യുദ്ധഭൂമിയിൽ പുതിയൊരു പടൻ? കേരള സമൂഹത്തിന് ഇജ്ജൊക്കെ കാണിച്ചു കൊടുക്കണത് പോരെ, ഇനിയും കാണിക്കണോ? എന്നുവെച്ചാണ്ട് കാണിക്ക കുട്ടാ. ഇതാരത്? കുണ്ടന്നൂർ തറവാട്ടിലെ മണിയൻ തമ്പുരാട്ടിയല്ലേ? അതെ, എല്ലാം തോന്നാൻ മാഷിന് ഉണ്ണിയാർച്ചയെ മുമ്പ് കണ്ടുള്ള പരിചയമൊന്നുമില്ലല്ലോ. ഉണ്ട്, നല്ല പരിചയമുണ്ട്. ഇജ്ജ് മറ്റേ കുണ്ടൻ ചാസി, ഇജ്ജ് രണ്ട് കണ്ണൻ ചരട്ടയും ജമ്പറും പാവാടൊക്കെ ഇട്ട് കഴിഞ്ഞാല് എന്നെ കണ്ടാ മനസ്സിലാവില്ലാന്ന് എഴുതിയേ. അല്ല, എന്താപ്പത് കോലം? എന്റെ വിചാരം എന്താ ഉണ്ണിയാർച്ചയെന്നാ? ഉണ്ണിയാർച്ച എന്നല്ല മാഷെ, ഞാൻ വലിയ മഠത്തിലെ കോഴി തമ്പുരാട്ടി. അതെ, കോഴി തമ്പുരാട്ടിയാ. എന്ത് കോഴി തമ്പുരാട്ടിയോ? ഏത് പൂവൻ കോഴിയോ? ഇജ്ജ് കോഴി തമ്പുരാട്ടിയും കാട തമ്പുരാട്ടിയും എന്നല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം ഇജ്ജ് നല്ല ഒന്നാന്തരം മണിയൻ തമ്പുരാട്ടിയാണ്. താങ്കൾ എന്താ ഇവിടെ? ഇപ്പൊ തമ്പുരാട്ടി അമ്പലത്തേക്ക് പോകാനുള്ള സമയം അറിഞ്ഞൂടെ? മാറി നിൽക്കുക അശ്രീകരങ്ങൾ. എവിടേക്കാ പോകണമെന്ന് പറഞ്ഞ? അമ്പലത്തേക്കോ? എന്തായാലും ഇജ്ജ് പതുക്കെ നടക്ക്, അല്ലെങ്കിൽ പള്ളിയിൽ മണിയടിക്കാൻ എത്തിയിട്ടേ എല്ലാരും കുമ്പസാരത്തിന് വരും. അല്ല അത് പോട്ടെ, എന്താ മണിയൻ തമ്പുരാട്ടിക്ക് മുഖത്ത് വല്ലാത്തൊരു സന്തോഷം? അതെന്താ കഥ? ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന ഒരു കാര്യമാണ്, ഫഹദിൻ്റെ ഇഷ്യൂ ജാസ്തി അറിഞ്ഞോ, എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, ഫഹദ് ഖത്തർ ജയിലിലാണ്. 14 രാവുദിച്ചത് മാനത്തോ കുണ്ടന്മാരുടെ കടവത്തോ. ഹൗ, എന്താ ഓൻ്റെ ഒരു പൊലിവ്! ഫഹദ് ഖത്തർ ജയിലിലാണ്. അല്ല മാനെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇജ്ജെങ്ങനെ നാട്ടിലെത്തിയേ? പിന്നാലെ 4 ഒട്ടകവും ചിങ്കാരിമേളവും താലപ്പൊലിയൊക്കെ ആയിട്ടാക്കല്ലേ? അല്ല അതും കൂടി പറയേ. ഈ കുണ്ടന്മാരെ കളിയൊക്കെ ഇവിടെ നാട്ടിലോളം നടക്കുക. ഗൾഫ് രാജ്യങ്ങളിലേ ഈ ആണും പെണ്ണും കെട്ട കളിയൊന്നും നടക്കൂല. നല്ല ചാട്ടവാറും കൊണ്ടേ കുണ്ടിക്ക് നല്ല 101 അടിയും വെച്ചേരും ഇവിടുന്ന് ചവിട്ടിയാണ് പുറത്താക്കും. അല്ല ബനി പോക്ക് നോക്കുകയാണെങ്കിലേ നാളെ ബിഗിനിട്ട് ഇറങ്ങും. അപ്പം അറിയാം ചന്തിമത്തെ പാട് നല്ലോണം കിട്ടിയിട്ടുണ്ടാവും. അതൊന്നും പറയാൻ അവനക്കൊരു ശുഷ്കാന്തി ഇല്ല. എന്നിട്ട് അവൻ പറയാം ഫഹദ് ഖത്തർ ജയിലിലാണ്. ഇനിയിപ്പോൾ ആയാൽ തന്നെ എന്താ കുഴപ്പം? അന്നൊക്കെ പിടിച്ചാലാണ് പോലീസിന് കൺഫ്യൂഷൻ ആകുക. ഇത് ഏത് സെല്ലിലിടുക? ആണിന്റെ സെല്ലിലിടുക അതോ പെണ്ണിന്റെ സെല്ലിലിടുക എന്ന് കരുതിയിട്ട്. അതുകൊണ്ട് തന്നെ എന്നെ പെട്ടെന്ന് അവിടുന്ന് അടിച്ച് പുറത്താക്കിയത്. എന്തായാലും ഗൾഫിലായിരുന്നപ്പോഴുള്ള ചെറിയൊരു കസർത്ത് നമുക്ക് കണ്ടാലോ? ഹൗ എന്റെ മലവാണമേ, ഒരു കൊലയും തൂക്കിയിട്ട് ഒരു മനസ്സും കാട്ടണണ്ടില്ലേ? ടിപ്പി. ഓ വൈക്കൊച്ച്. അതൊക്കെ പോട്ടെ. എന്നിട്ടിപ്പോ നാട്ടിൽ വന്നിട്ട് വല്ല മാറ്റം ഉണ്ടോ? ഓന്റെ ഇപ്പത്തെ ബിസിനസ് എന്താന്ന് കണ്ടേ? കണ്ടോളി. സാധാരണ ദുബായിന്നൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് പുഷ്പ്ര കൊണ്ടുവരണല്ലേ. പുഷ്പ്ര ഒക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസുകൾ ഇതാ. അതുപോലത്തെ സീംലെസ് ഷോർട്സുകളും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം ഭയങ്കര ട്രെൻഡി കളേഴ്സ് ആണ്. കൂടാണ്ട് സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ആണ്, ഫ്രീ സൈസ് ആണ്. കണ്ടില്ലേ അവന്റെ ഒരു കച്ചവടം? ആരാപ്പ ഇതൊക്കെ ഇവനക്ക് പരസ്യം ചെയ്യാൻ കൊടുക്കണല്ലേ? ഇവനക്ക് വല്ല ഡ്രയറിന്റെ കള്ളിമുണ്ടിന്റെ ഒക്കെ പരസ്യം ചെയ്താൽ പോരെ? എന്തിനാ അങ്ങനെ പെണ്ണുങ്ങളെ വില കളയുന്നു? എന്തായാലും ഇതൊരു 2-3 എടുത്ത് കൈ പിടിച്ചോ. എന്നിട്ട് അതൊക്കെ ഇട്ടിട്ട് നേരെ ആശിന്റെ മുന്നിൽ പോയിട്ടേ ഒരു ബെല്ലി ഡാൻസ് കളിച്ചോളാ. അങ്ങനെയെങ്കിലും ആ ചെങ്ങായിക്ക് ഒരു ആശ്വാസം കിട്ടട്ടെ. അതൊരു മൊയന്ത്. അതിന് ഇതൊക്കെ കാണാനാക്കരം വിധി. കാലാകാലം ഇവന്റെ വള്ളി ടൗസറും തിരുമ്പിയിട്ട് ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓന്റെ തലേക്ക് തേങ്ങ തന്നെ വെക്കണം. പിന്നെ ഈ ജാസിക്ക് ഏത് കാടായാലും ഏത് മലയായാലും ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതൊന്നും കണ്ടാലോ? ഇതൊക്കെ കണ്ടിട്ട് നമ്മക്ക് ചിരി വന്നില്ലെങ്കിലും ഇവന്റെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ പെണ്ണില്ലേ, ചിരിച്ച് മരിച്ചിട്ടുണ്ടാവും. എന്റെ പൊന്നാര പെങ്ങളെ, എന്റെ തലനാര കേൾക്കാണ് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ഇപ്പൊ ആശിന്റെ ഗതിയാക്കാരം. ഒന്ന് ആലോചിച്ച് നോക്കിയേക്ക. എന്റെ ബലമായ സംശയം ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോ തന്നെ ഇങ്ങനെ ഡാൻസ് ആടിയിട്ടുണ്ടാവും. അതാണ് ആ പെണ്ണ് ജീവനും കൊണ്ട് ഓടിയത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവൻ ആശിനെ ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന്. അതിന്റെ ഒരു വീഡിയോ നമുക്ക് കണ്ടാലോ? ഇതാ കണ്ടോളി. കണ്ടില്ലേ, ഇതാണ് ഇപ്പൊ അവസ്ഥ. ഇനിയിപ്പോ ആശിന് ആരെങ്കിലും കൊണ്ടാൻ വന്നാലോ? ആ മോയന്ത് പോകുമോ? അത് തീരെയും പോകൂല. അതങ്ങനെ ഒരു ജന്മം. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? മറ്റേ ആൾക്കാർ മൂത്രയിച്ചാൻ വന്നപ്പോൾ എടുത്ത റീലാണിത്. കണ്ടില്ലേ ജെൻസ് ടോയ്ലറ്റ്? ഈ ഉണ്ണി ആർച്ചൊക്കെ എന്താ ഈ ആണുങ്ങളുടെ ടോയ്ലറ്റിൽ കാര്യം? ഇപ്പൊ മനസ്സിലായില്ലേ ഉണ്ണി മാത്രമേ ഉള്ളൂ ആർച്ചല്ലാന്ന്? ഞാനതല്ല ആലോചിക്കണേ. ഈ ചിരട്ടയും ഈ ചുരിദാറൊക്കെ ഇട്ടിട്ടേ അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ മൂത്രയിക്കുമ്പോഴേ ഏതെങ്കിലും ഒരു അപ്പാവി ഒന്ന് കയറിയാലോ? ഇവൻ അപ്പൊ തന്നെ തൊള്ളട്ടിട്ടേ ആ പാവത്തിനെ വല്ല പീഡന കേസിലും പ്രതിയാക്കും. ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആണുങ്ങൾ ഇനി മൂത്രയിക്കാൻ പോകുമ്പോഴേ നല്ലോണം ജാഗ്രത പാലിക്കണം.
ഇവനെങ്ങാനും അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ കണ്ടോ കൊല കാട്ടി എന്ന് പറഞ്ഞിട്ട് കേസ് കൊണ്ട് കൊടുക്കും. അപ്പോൾ ഓനൊരു കാര്യം മനസ്സിലാക്കണില്ല, ഓൻ പിടിച്ചു നിൽക്കണവും കൊലയാണെന്ന്. ജാസിയായിട്ട് മൊബൈൽ ആശിനെ കൊണ്ടുനടക്കണ മാതിരിയേ ഒരു മൊബൈൽ ബാത്റൂമും കൊണ്ടുനടക്കുന്നത് ജനങ്ങൾക്ക് നല്ലതാ. ഹൗ വല്ലാത്ത ജാതിയില്ലേ. ആ അതൊക്കെ പോട്ടെ, വേറൊരു കാര്യം പറയാം. ഇവിടെയാണെങ്കിൽ ചില ആണുങ്ങളെ താടി മീശയും വരാനിട്ടേ ഇനി ഇല്ലാത്ത എണ്ണകളൊക്കെ പരീക്ഷിക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ല കട്ടത്താടി മീശയൊക്കെ ഉള്ള ഒരാൾ താടിയും പഠിച്ചിട്ടുള്ള ഒരു കസർത്ത്. ഇതൊന്ന് കണ്ടോക്കി. ഹലോ എന്തൊരവസ്ഥയാണിത്. ഉള്ള താടി മീശയും പഠിച്ചിട്ടേ ഒരു മുതുക്കം കാണിക്കണ പ്രഹസനം കണ്ടില്ലേ. എന്നിട്ട് അവന് പെൻസിലും കൊണ്ട് മീശ വരച്ചിക്ക. ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഒരു 2 ദിവസം പഠിച്ചായിരുന്നാ പോരെ. ജാസിയെ എനക്കൊരു ഉപദേശം തരാം. നാണുണ്ടട കൈത എനക്ക്. നാളെന്ന് നോക്കിയൊക്കെ സാമാനം നിലത്ത് മുട്ടുണ്ട്. എന്നിട്ട് അതും വലിച്ചു കെട്ടിയിട്ട് പെണ്ണാണെന്ന് പറഞ്ഞ് നടക്കുക. അതൊക്കെ സഹിച്ചാ ഇതിനൊരു ക്യാമറമാനും ഒരു മൊണ്ണ. എന്നിട്ട് അതിലെടുക്കണ ഓരോ വീഡിയോസുകളേ ഇവനിടക്ക് കാന്താരയാകും, ഇടക്ക് കുണ്ടന്താരി. അതൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ കുറെ മലവാണങ്ങളും. എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാ? എന്താ നിങ്ങളെ അഭിപ്രായം? നിങ്ങളെ അഭിപ്രായം താഴെ കമന്റിൽ അറിയിക്കും. അപ്പൊ എന്തായാലും തൽക്കാലം എത്രയും മതി, ബാക്കി പിന്നെ. അടുത്തൊരു കുണ്ടൻ നായ്ക്കളെ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. താൻ തരികിടത്തോം ദാ കിടക്കണു.